യാക്കോബായ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ ബാവ ദില്ലിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. കൂടിക്കാഴ്ചയിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നായിരുന്നു അദ്ദേഹം നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സാബു എം ജേക്കബ് എന്നിവരും കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നു. ബിൻരാജ് ഉണ്ട് വിവരങ്ങളുമായി. ബിൻരാജ്, സഭാ തർക്കം അടക്കം വിഷയങ്ങൾ ഒരുപാടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിലേക്ക് വന്നു എന്നാണ് മനസ്സിലാവുന്നത്? ശാലിനി സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 2 മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ചയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം അവസാനിക്കുന്നു. ഏതാണ്ട് ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ സഭകളുടെ ഐക്യം തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. സഭകൾ ഭിന്നിച്ചു നിൽക്കേണ്ട സമയമല്ല എന്നുള്ള സന്ദേശം പ്രധാനമന്ത്രി തന്നെ ഈ കൂടിക്കാഴ്ചയിൽ നൽകി എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, യാക്കോബായ സഭയുടെയും ഓർത്തഡോക്സ് സഭയുടെയും ഐക്യം എല്ലാ കാലത്തും സ്വാഗതം ചെയ്തിട്ടുള്ള ആളാണ് താൻ എന്നാണ് പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ ബാവ വ്യക്തമാക്കിയത്. ഈ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയത് അതിനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരേ രീതിയിൽ തന്നെ, അതായത് ഇരുവിഭാഗവും ഒരേ രീതിയിൽ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഐക്യം സാധ്യമാകും എന്ന് ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വ്യക്തമാക്കിയതായാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഈ ഐക്യത്തെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് യാക്കോബായ സഭ അധ്യക്ഷനും ഈ ചർച്ചയിൽ ബസേലിയോസ് ബാവയും ഈ ചടങ്ങിൽ ഈ കൂടിക്കാഴ്ചയിൽ സംസാരിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇവരുടെ നിലപാട് എന്താണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി കഴിഞ്ഞു. തുടർഘട്ടങ്ങളിൽ ഒരുപക്ഷെ ഓർത്തഡോക്സ് സഭ അധ്യക്ഷനുമായും അദ്ദേഹം ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. യാക്കോബായ സഭ ഐക്യത്തിന് സന്നദ്ധമാണ് എന്നുള്ള നിലപാട് അറിയിച്ച ശേഷം ഇനിയിപ്പോൾ ഓർത്തഡോക്സ് സഭയുമായും പ്രധാനമന്ത്രി തന്നെ കൂടിക്കാഴ്ച നടത്തും എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 2020 നേതാവ് സാബു ജേക്കബ് അടക്കമുള്ള നേതാക്കൾ ഇരുവിഭാഗങ്ങളെയും ഇരു സഭാ നേതൃത്വങ്ങളെയും നാട്ടിൽ കാണുകയും ചെയ്തിരുന്നു. തുടർന്നാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് വരുന്ന കാലത്തിൽ ബിജെപിക്ക് ഇത് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേട്ടം സംസ്ഥാനത്ത് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പ്രത്യേകിച്ച് മണിപ്പൂരിലടക്കം ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ അതിക്രമം ബിജെപിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ കേരളത്തിൽ വിഘടിച്ചു നിൽക്കുന്ന 2 സഭകളെ ഒത്തുചേർക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി തന്നെ ഇടപെടൽ നടത്തുന്നു എന്നുള്ള സന്ദേശം പുറത്തേക്ക് നൽകുന്നത് മറ്റൊന്നാണ്. ഏതായാലും ഇതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള സാംസ്കാരിക നായകരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അത് കേരളത്തിന് കേരളം എന്ന പേര് നൽകിയതിലുള്ള നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയാണ് മധുസൂദനൻ നായരുടെ നേതൃത്വത്തിൽ ശ്രീകുമാരൻ തമ്പിയും അതോടൊപ്പം തന്നെ ഡോക്ടർ ജോർജ് ഓണക്കൂറും ഒക്കെ തന്നെ പ്രധാനമന്ത്രിയെ കാണുന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാംസ്കാരിക നായകർ അല്പസമയത്തിനുള്ളിൽ ഇവിടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ മാധ്യമങ്ങളെ കാണും. ഏതായാലും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള പ്രതികരണം യാക്കോബായ സഭ എപ്പോൾ നൽകും എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. ശരി.